1,70,28,514 പേർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിയുമ്പോൾ അത്രയും പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 9 ഇടങ്ങളിലെ അന്തിമ പട്ടിക മാത്രമാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിലാണ് ഇത്രയും പേർ പുറത്തു പോയിരിക്കുന്നത്. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ പട്ടിക ഇനിയും പുറത്തു വരാനുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 9 ഇടങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് 8% പേരാണ് പുറത്തായിരിക്കുന്നത്. ഫെബ്രുവരി 21-നാണ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, കേരളം, ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ എന്നിവിടങ്ങളിലെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുൻപ് ഗുജറാത്തിലേത് ഫെബ്രുവരി 17-നും പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലേത് ഫെബ്രുവരി 14-നും പുറത്തു വന്നിരുന്നു. ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 1,70,28,514 പേർ, അല്ലെങ്കിൽ 7.93% പേരാണ് പുറത്തായിരിക്കുന്നത്. ബീഹാറിലേതിന് പിന്നാലെ 2025 ഒക്ടോബർ 27-ന് SIRന്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ ഈ 6 സംസ്ഥാനങ്ങളിലെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആകെ വോട്ടർമാരുടെ എണ്ണം 21,45,62,215 ആയിരുന്നു. അതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ അത്ര പേർ പുറത്തായിരിക്കുന്നത്. ഗുജറാത്തിലാണ് ഏറ്റവും അധികം വോട്ടർമാർ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 13.4% കണക്ക്. കേരളത്തിലാണ് ഏറ്റവും കുറവ്, 3.22%. കേന്ദ്രഭരണ പ്രദേശം എടുത്താൽ ആൻഡമാൻ നിക്കോബാർ ആണ് മുൻപന്തിയിൽ. 16.87% വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. നിലവിൽ UP, തമിഴ്നാട്, ബംഗാൾ എന്നിവിടങ്ങളിലെ കൂടി കണക്കുകൾ പുറത്തു വരാനുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ 12 ഇടത്തായി ആകെ 6.5 കോടി പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെയായിരുന്നു ആ കണക്ക്. മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിന്ന് ഏകദേശം 13% വോട്ടർമാരായിരുന്നു കരട് പട്ടികയിൽ പുറത്തായത്. അതിൽ തന്നെ ഏറ്റവും അധികം വെട്ടിമാറ്റപ്പെട്ടത് UPയിലുമായിരുന്നു. 2.89 കോടി പേരായിരുന്നു UPയിൽ മാത്രം അന്ന് പുറത്തായത്. പശ്ചിമ ബംഗാളിൽ 58 ലക്ഷം പേരും തമിഴ്നാട്ടിൽ 97.3 ലക്ഷം പേരും എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ. ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും തമിഴ്നാടും അടക്കം വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലെ അന്തിമ പട്ടിക കൂടി പുറത്തു വന്നാലാകും ആകെയുള്ള ഒരു ചിത്രം ലഭിക്കുക. പലതവണ UPക്ക് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയം നീട്ടി നൽകിയിരുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏപ്രിൽ 10-നാകും UPയുടെ പട്ടിക പുറത്തു വരിക. തമിഴ്നാടിന്റെ ആകട്ടെ ഫെബ്രുവരി 23-നും. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ബംഗാളിലേത് ഫെബ്രുവരി 28-നും ഉണ്ടാകും. കരട് പട്ടിക പുറത്തു വന്നപ്പോൾ പുറത്തായത് 13% അതിൽ നിന്നൊരു 2-3% കുറവേ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അന്നു തൊട്ടേ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാന വിഷയം എന്തെന്നാൽ രാജ്യത്തെ വലിയൊരു ശതമാനം വോട്ടർമാർക്ക് അവരുടെ ഭരണഘടനാ അവകാശം ഇല്ലാതാകുന്നു എന്നതാണ്. ഇതുമൂലം ഭാവിയിൽ പൗരത്വം പോലും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പ്രബലമാണ്. 2002-ലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരുന്നുവെങ്കിലും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നിലവിലെ SIRന്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ തന്നെ പിഴവുണ്ട് എന്നാണ് സെഫോളജിസ്റ്റും ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ് ആരോപിക്കുന്നത്. ഒരു പൗരൻ നിയമാനുസൃത വോട്ടറാണെന്ന് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും വോട്ടർമാർക്ക് കൈമാറുകയാണ് നിലവിലെ പ്രക്രിയ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്.